രാജ്യം ഉറ്റുനോക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മഹാറാലി അല്പസമയത്തിനകം ഡൽഹി രാംലീല മൈതാനിയിൽ തുടങ്ങും. നേതാക്കൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് തുടങ്ങി നേതാക്കളുടെ നേതൃത്വത്തിലാണ് റാലി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് നേരെ ഏകപക്ഷീയമായി നടക്കുന്ന ആക്രമണങ്ങളെ തുറന്നു കാട്ടുകയാണ് റാലിയിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. അരവിന്ദ് രാംലീല മൈതാനിയിൽ നിന്ന് തത്സമയം ചേരും. അരവിന്ദ്, അല്പം വൈകിയാലും നേതാക്കളെല്ലാം ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഔദ്യോഗികമായി എത്ര സമയം കൊണ്ട് റാലി ആരംഭിക്കും? ആരംഭിച്ചിരിക്കുകയാണ്. ഗോപാൽ റായ് സ്വാഗത പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം നിരവധി നേതാക്കൾ എത്തിക്കഴിഞ്ഞു. സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ കോൺഗ്രസ് സംഘടനാകാര്യ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, അതുപോലെ തന്നെ ജി രാജ, അതുപോലെ തന്നെ തുടങ്ങിയ നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ ആ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ അതുകൊണ്ട് തന്നെ മത്സരിച്ചുകൾ കൂടുതൽ നേതാക്കൾ ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് സഖ്യത്തിന്റെ മഹാറാലിയിൽ ലഭിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒന്നടങ്കം ഈ പ്രതിഷേധ ശരി, അരവിന്ദിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്തായാലും പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഗത ഭാഷണമാണ് അവിടെ നടക്കുന്നത്. തത്സമയം विपक्ष को खत्म किया जाए, चाहे वो महाराष्ट्र के अंदर सरकार को तोड़ करके मरोड़ करके खरीद करके लोकतंत्र की हत्या करना हो, चाहे झारखंड के मुख्यमंत्री को गिरफ्तार करके लोकतंत्र की हत्या करना हो, चाहे तमिलनाडु के अंदर एडीसीबीआई के दम पर लगातार प्रताड़ना करना हो, चाहे वो हिमाचल के अंदर विधायकों की तोड़ फोड़ करनी हो, वो वहां से लेकर के कर्नाटका तक उत्तर दक्षिण पूर्व पश्चिम चारों तरफ लोकतंत्र का खून बहाने वाली तानाशाह सरकार ने यह तय किया है इस चुनाव में विपक्ष के नेताओं को बाहर नहीं रहने देना है। और अब तो खातों के भी सीज करने का सिलसिला शुरू हो गया। कांग्रेस पार्टी का खाता सील कर दिया गया। कहते हैं अब आगे आम आदमी पार्टी का भी खाता बंद करेंगे। लेकिन मैं आपसे कहना चाहता हूं, ശരി, അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, ഏതെല്ലാം നേതാക്കൾ ഇതിനകം വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? ഏതെല്ലാം പാർട്ടികളുടെ മുൻനിര നേതാക്കളുണ്ട്? എത്ര മുൻനിര പ്രധാനികൾ എത്തിയില്ലെങ്കിൽ കൂടിയും ഏതെല്ലാം പാർട്ടികളുടെ തലവന്മാർ അവരുടെ പ്രതിനിധികളെ വിട്ടിട്ടുണ്ട്? വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, CPI ജനറൽ സെക്രട്ടറി ഡി രാജ, മെഹബൂബ മുഫ്തി തുടങ്ങിയവർ ആ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. CPMന്റെ ഭാഗത്തുനിന്ന് വൃന്ദാക്കാരായിട്ടും ആ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഉടൻ തന്നെ ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആം ആദ്മി പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹി രാംലീല മൈതാനിയിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ഡൽഹി മന്ത്രിയായ ഗോപാൽ റായ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഗോപാൽ റായ് ഉയർത്തുന്നത്. പ്രധാനമായും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് BJPക്ക് ഏറ്റവും അധികം അഴിമതി പണം ലഭിച്ചത്. ഈ ഇത്തരത്തിൽ ഡൽഹി പദ്ധതിയായ അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതി പണം ലഭിച്ചതും BJPക്കാണ്. ഇത്തരത്തിൽ മാപ്പുസാക്ഷിയായ ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് ഏകദേശം 50 കോടി രൂപയിലധികം അഴിമതി പണമായി BJPക്ക് ലഭിച്ചു. ഇത്തരത്തിൽ മാപ്പുസാക്ഷിയാക്കി അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കുവാനാണ് കേന്ദ്ര സർക്കാരും BJPയും ശ്രമിക്കുന്നതെന്ന ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും BJPയുടെ വേട്ടയാടൽ തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നോട്ടീസുകൾ നൽകി BJP പ്രതിപക്ഷ പാർട്ടികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർക്കുവാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ആരോപണം ഉയരുന്നു. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിക്ക് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുന്നു. ജനങ്ങൾ ഇരു കൈകളും നീട്ടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയെ സ്വീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി കൂടി രാംലീല മൈതാനിയിലെ വേദി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം രാംലീല മൈതാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സുപ്രധാന ഏടുകളിലൊന്നാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. UPA സർക്കാരിനെതിരായുള്ള അഴിമതി പോരാട്ടമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തുടക്കകാലത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ അതും ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. ഒരു അഴിമതി കേസിൽപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ അകത്തു പോവുകയും
കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രാംലീല മൈതാനത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ നേതാക്കൾ വരും മണിക്കൂറുകളിലേക്ക് ഇവിടെ എത്തും. ഇതിനോടൊപ്പം തന്നെ നിരവധി നേതാക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അരവിന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർക്ക് അവരവരുടെ പ്രത്യേക ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിൻ്റെ സംവിധാനം എന്ന് മനസ്സിലാക്കുകയാണ്. ആ അർത്ഥത്തിൽ എത്ര കണ്ട് പ്രവർത്തകരെ പ്രതീക്ഷിച്ചിരുന്നു സംഘാടകർ, എത്ര അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? വലിയ രീതിയിലുള്ള സജ്ജീകരണമാണ് രാംലീല മൈതാനിയിൽ നടത്തിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ, ഏകദേശം 10,000-കണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ രാംലീല മൈതാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ പാർട്ടിക്ക് പ്രത്യേകം ഇരിപ്പിടങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, CPM തുടങ്ങിയ പാർട്ടി പ്രവർത്തകർക്ക് ഇരിക്കുവാൻ പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിലും വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഉണ്ടാകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നടക്കം നിരവധി പ്രവർത്തകരാണ് ഡൽഹിയിലേക്ക് എത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ജനങ്ങളുടെ അവകാശവും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ജനാധിപത്യത്തിനൊപ്പമാണ് ഇന്ത്യ സഖ്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായി ഇതിൽ പങ്കാളിയാകണമെന്ന ഒരു ആഹ്വാനം ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും അത് യാഥാർത്ഥ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി എത്തുന്നതോടുകൂടി റാലി വലിയ രീതിയിലുള്ള വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മഹാറാലിക്ക് രാംലീല മൈതാനിയിൽ തുടക്കമായിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് PR അരവിന്ദ് നൽകുന്ന വിവരം. എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. एक मुहाने पर खड़ा है और 1942 में महात्मा गांधी ने एक नारा दिया था, करो या मरो। आज देश इसी मुहाने पर खड़ा है। अगर ये लोकसभा का चुनाव बीत गया फिर इस देश की तस्वीर और इस देश की तस्वीर का आकलन करना आज मुश्किल है। इसलिए इस रामलीला मैदान में जितने देश के बेटे बेटियां आए हैं, जितने देशभक्त आए हैं, उनसे कहना चाहता हूं, ये करो या मरो का वक्त है। अगला 2 महीना अपने नौकरी से छुट्टी लो, अपने काम से छुट्टी लो। 2 महीने लोकतांत्रिक आंदोलन का समय है, 2 महीना क्रांति का समय है। ये देश में लोकतंत्र ऐसे नहीं मिला। याद करो शहीद आजम भगत सिंह, राजगुरु सुखदेव को, याद करो तात्या टोपे को, अजीमुल्ला खां को, याद करो बहादुर शाह जफर को, याद करो बेगम हजरत महल रानी लक्ष्मीबाई को, याद करो इस देश के स्वतंत्रता संग्राम सेनानियों को, याद करो महात्मा गांधी, अंबेडकर, फूले को, जिनकी कुर्बानी के दम पर यह देश आजाद हुआ है। आज अगर हम चुप रह गए आने वाली पीढ़ियां जवाब मांगेगी। जब देश तानाशाही की नई गुलामी में जा रहा था तुम क्या कर रहे थे? इसलिए दोस्तों आपसे कहना चाहता हूं, अरविंद केजरीवाल एक व्यक्ति नहीं, एक मुख्यमंत्री हैं। ഡൽഹി രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മഹാറാലിക്ക് തുടക്കമായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് PR അരവിന്ദ്.